സോ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിനെ പറ്റിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ ഷോർട്ട് ഫോം എല്ലാവർക്കും അറിയാം. LED ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ പേരിൽ തന്നെ ഉണ്ട്. ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഡയോഡിനെയാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോലൂമിനൻസ്. ഇലക്ട്രോലൂമിനൻസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ലൈറ്റ് എനർജി. ലേറ്റർ ഇറ്റ് റേഡിയേറ്റ്സ് ദിസ് ലൈറ്റ് എനർജി. അതായത് ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോലൂമിനൻസ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടിയിലാണ് LED വർക്ക് ആവുന്നത്. സോ LED ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് അല്ല. ഒന്ന് ഗാലിയം ഫോസ്ഫൈഡ്, ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ്, ഗാലിയം ആർസനൈഡ്, ഇത് വെച്ചിട്ടാണ് LED ലൈറ്റ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ സാധാ ഡയോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കണ്ടക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് ആയിട്ടാണ് അതിന്റെ എനർജി ഡെസിപ്പേറ്റ് ചെയ്തു പോകുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ, അതായത് ബയാസിങ് നടക്കുന്ന സമയത്ത് ഫോട്ടോൺസ് ആയിട്ട് എമിറ്റ് ചെയ്ത് വെളിയിലോട്ട് വരും. സോ അതുകൊണ്ടാണ് നമ്മൾ ഗാലിയം ആർസനൈഡ് അല്ലെങ്കിൽ ഗാലിയം ഫോസ്ഫൈഡ്, ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ഉപയോഗിക്കുന്നത്. സോ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ സാധാ ഒരു PN ജംഗ്ഷൻ സൈൻ അറിയാലോ, ആ സൈൻ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ രണ്ട് ആരോ, ഈ രണ്ട് ആരോ സൂചിപ്പിക്കുന്നത് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. ഫോട്ടോൺസ് ഫസ്റ്റ്. ഇനി അടുത്ത് നോക്കുന്നത് LED വർക്കിംഗ് ആണ്. വർക്കിംഗ് പഠിച്ചതിന് ശേഷം കൺസ്ട്രക്ഷൻ പഠിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും, കൺസെപ്റ്റ് മനസ്സിലാവും. ഫസ്റ്റ് നമുക്കൊരു P റീജിയൻ ഉണ്ട്, ഒരു N റീജിയൻ ഉണ്ട്. ഇപ്പം നമ്മുടെ സാധാ PN ജംഗ്ഷൻ, ഇപ്പം ഇതാണ് നമ്മുടെ സാധാ PN ജംഗ്ഷൻ എന്ന് വെച്ചോ. സോ സാധാ P റീജിയനും ഉണ്ട്, N റീജിയനും ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു ഡിപ്ലീഷൻ റീജിയനും ഉണ്ട്. ഇതാണ് ഡിപ്ലീഷൻ റീജിയൻ. ഇത് ഇപ്പൊ നമ്മൾ സാധാ ഡയോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസ് കണക്ട് ചെയ്യണം. ഫോർവേഡ് ബയാസ് കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഫോർവേഡ് ബയാസ് കണക്ട് ചെയ്യുമ്പം ഈ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. P റീജിയൻ പോസിറ്റീവിലും നെഗറ്റീവ് റീജിയൻ N സൈഡിലും കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ P സൈഡിൽ ഏറ്റവും കൂടുതൽ ഉള്ള മെജോറിറ്റി ചാർജ് ഏരിയസ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അതേപോലെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് N സൈഡിലുള്ളതെന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. സോ നമ്മൾ ഫോർവേഡ് ബയാസിങ് കോൺഫിഗറേഷനിൽ ഒരു ഡയോഡ് കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ P സൈഡിലുള്ള ഹോൾസ് N സൈഡിലുള്ള ഇലക്ട്രോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. സോ ഇവിടുത്തെ കറണ്ട് ഫ്ലോ അങ്ങോട്ട് എങ്ങനെയായിരിക്കും? കറണ്ട് ഫ്ലോ ഈ ഡയറക്ഷൻ, അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ. സോ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോ. അപ്പൊ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും പോണത്. കറണ്ട് ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോൺ വരുന്നത്. അപ്പൊ ഹോൾസ്, ഇവിടെ ഹോൾസ് ആണുള്ളത്. ഈ ഹോൾസ് ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അതാണ് നടക്കുന്നത്. സോ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കിയോ, PN. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഹയർ എനർജി ലെവലും വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ലോവർ എനർജി ലെവലുമാണ്. അപ്പം നമുക്ക് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലോട്ട് പോവാൻ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു എനർജി കൊടുക്കണം. അതേപോലെ ഹൈ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലോട്ട് വരാൻ കുറച്ച് എനർജി കളയണം. അതായത് എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് പോകണം. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ P റീജിയനിൽ ഏറ്റവും കൂടുതൽ ഹോൾസ് ആണുള്ളത്, നേരത്തെ പറഞ്ഞു. ഈ ഹോൾസ് എന്ന് പറയുന്നത് ലോവർ ലെവലായ വാലൻസ് ബാൻഡിലാണ് ഇരിക്കുന്നത്. അതേപോലെ N റീജിയനിലുള്ള ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഫോർവേഡ് ബയാസിങ് കൊടുക്കുന്ന സമയത്ത് കറണ്ട് ഫ്ലോ എങ്ങനെയാണ്? കറണ്ട് ഫ്ലോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്,
അപ്പൊ കറണ്ട് ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആണ് എന്തോന്ന് ഇലക്ട്രോണിന്റെ ഫ്ലോ. അപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഹയർ എനർജി ലെവലിലാണ് ഇരിക്കുന്നത്. അതായത് ഈ എൻ റീജിയനിലെ ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിലാണ്. ഈ ഹയർ എനർജി ലെവലിൽ ഇരിക്കുന്ന ഒരു സാധനം ഇത്തരത്തിലുള്ള ഹോൾസ്, അതായത് ലോവർ എനർജി ലെവലിൽ ഇരിക്കുന്ന ഇതുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അതായത് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഒരു എനർജി ഡിസിപ്പേഷൻ നടക്കും. എനർജി പുറത്തോട്ട് വിടും. ആ എനർജിയാണ് നമുക്ക് ലൈറ്റ് ആയിട്ട് ഫോട്ടോൺസ് ആയിട്ട് കാണപ്പെടുന്നത്. അതിന്റെ ഒരു ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ കാണുന്നത് അതായത് ഈ കാണുന്നത് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡ് പി സൈഡ്, വാലൻസ് ബാൻഡ് പി സൈഡ്. ഇത് കണ്ടക്ഷൻ ബാൻഡ് എൻ സൈഡ്, വാലൻസ് ബാൻഡ് എൻ സൈഡ്. സോ ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ്? കറണ്ടിന്റെ ഫ്ലോ ഇങ്ങോട്ടായിരിക്കും, അതിന് ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോണിന്റെ ഫ്ലോ. അപ്പൊ ഈ നെഗറ്റീവ് സൈഡിലുള്ള ഇലക്ട്രോണ് ഇപ്പുറത്തുള്ള വാലൻസ് ബാൻഡ് ഹോൾസ് ഇരിക്കുന്ന വാലൻസ് ബാൻഡിലോട്ട് വന്ന് കണ്ടക്ട് ചെയ്യും. ആ സമയത്ത് ഒരു ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ വർക്കിംഗ്. ഇനി നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് LED. കൺസ്ട്രക്ഷൻ ഓഫ് LED ഫസ്റ്റ് നമ്മൾ വെക്കുന്നത് പി റീജിയൻ ആണ്. പി റീജിയനിലാണ്, അതായത് ഇലക്ട്രോൺസ് എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലോട്ടല്ലേ വരുന്നത്. ഹോൾസിന് മൂവ്മെന്റ് നടക്കൂല, പക്ഷെ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്ത് വരുന്നത്. അപ്പം പി റീജിയനിലാണ് എന്തോന്ന് നമ്മുടെ എമിഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ലെയർ പി, അത് കഴിഞ്ഞ് എൻ റീജിയൻ. ഇതിന്റെ ഇടയിൽ ഒരു ആക്റ്റീവ് റീജിയൻ ഉണ്ട്. അപ്പൊ ആക്റ്റീവ് റീജിയനിൽ നിന്നാണ് ഫോട്ടോൺസ് എമിറ്റ് ആവുന്നത്. അപ്പൊ പി റീജിയന്റെ മുകളിലായിട്ട് ഒരു ആനോഡ് ഉണ്ട്. അതിന്റെ ലാസ്റ്റ് എൻ റീജിയന്റെ താഴെ ഒരു സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ട്. അതിന്റെ താഴെയായിട്ട് ഒരു കാഥോഡ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് അതിന്റെ ഡയഗ്രാമാണ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ഹോൾസ് കാണിച്ചിരിക്കുന്നതാണ് പി റീജിയൻ, ഈ ഡോട്ട് കാണിച്ചിരിക്കുന്നതാണ് എൻ റീജിയൻ. ഈ എൻ റീജിയന്റെ അടിയിലായിട്ട് ഒരു ഗോൾഡ് ഫിലിം വെച്ചിരിക്കുന്നുണ്ട്. ഗോൾഡ് ഫിലിം വെച്ചിരിക്കുന്നതിന്റെ ഇതെന്ന് വെച്ചാൽ ഗോൾഡില് ഈ ലൈറ്റ് ഫോട്ടോൺസ് വന്ന് ഇടിച്ച് തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട്, അതായത് LED എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗോൾഡ് ഫിലിം കാഥോഡ് കണക്ഷൻ ഇവിടെ വെച്ചിരിക്കുന്നത്. സോ ഇതിന്റെ മുകളിലെ പി റീജിയൻ ഒന്നുകൂടി പറയാം, അതായത് പി റീജിയൻ ആണ് മുകളിൽ വരുന്നത്. പി റീജിയൻ എടുത്ത് എൻ റീജിയന്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് നടക്കൂല. സോ പി റീജിയൻ മുകളിൽ, അതിന്റെ ഇടയിൽ ഒരു ആക്റ്റീവ് റീജിയനിലാണ് എന്തോന്ന് ഫോട്ടോൺസ് എമിറ്റ് ചെയ്ത് വരുന്നത്. എൻ റീജിയൻ എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയനിലാണ് റീകോമ്പിനേഷൻ നടക്കുന്നത്. എം റീജിയൻ എന്ന് പറയുന്നത് പി റീജിയന്റെ താഴെ, അതിന്റെ താഴെയായിട്ട് ഒരു ഗോൾഡ് ഫിലിം വെച്ചിട്ടുണ്ട്. ഈ ഗോൾഡ് ഫിലിം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോൺസ് റിഫ്ലക്ട് ചെയ്ത് കൂടുതൽ എഫിഷ്യൻസി ആയിട്ട് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പി റീജിയന്റെ ആനോഡ് ഉണ്ട്, ഒരു കാഥോഡ് ഉണ്ട്. ആനോഡാണ് പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. പിന്നെ ഈ LED എന്ന് പറയുന്നത് എപ്പോഴും ഫോർവേഡ് ബയാസിംഗിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. റിവേഴ്സ് ബയാസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ LED അടിച്ചു പോകും. ഇത്രയേ ഉള്ളൂ LED യെ പറ്റി പറയാൻ. ഇനി LED യുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അടുത്ത വീഡിയോയിൽ.